ദിത്വ ചുഴലിക്കാറ്റ് ദ്വീപരാഷ്ട്രത്തിലുടനീളം കടുത്ത വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും തടസ്സങ്ങൾക്കും കാരണമായതിനെ തുടർന്ന് ശ്രീലങ്കയെ പിന്തുണയ്ക്കുന്നതിനായി ഒരു മാനുഷിക സഹായ ദുരന്ത നിവാരണ സംരംഭമായ ഓപ്പറേഷൻ സാഗർബന്ധു ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോൾ അയൽ രാജ്യങ്ങൾക്ക് അടിയന്തര സഹായങ്ങൾ നൽകുന്നതിൽ ഇന്ത്യ മുൻഗണന നൽകുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണ മനോഭാവത്തിന്റെ തെളിവുകളാണ് ഈ പ്രവർത്തികളെന്നാണ് വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നത്. നവംബർ 27-ന് ചുഴലിക്കാറ്റ് കരയിലേക്ക് ആഞ്ഞടിച്ചതിനെ തുടർന്നാണ് ന്യൂഡൽഹി പ്രവർത്തനം ആരംഭിച്ചത്. ഇത് വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുകയും ചെയ്തു. ടെന്റുകൾ, ടാർപോളിനുകൾ, പുതപ്പുകൾ, ശുചിത്വ കിറ്റുകൾ, കഴിക്കാൻ തയ്യാറായ ഭക്ഷണ സാധനങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 12 ടൺ മാനുഷിക സഹായങ്ങൾ വഹിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ വ്യോമസേന വിമാനം നവംബർ 29 ശനിയാഴ്ച കൊളംബോയിലെത്തിയതായി INS റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നവംബർ 28 വെള്ളിയാഴ്ച ഇന്ത്യ കൊളംബോയിലേക്ക് അടിയന്തര HDR സാധനങ്ങൾ അയച്ചതിനെ തുടർന്നാണിത്. പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർബന്ധു ആരംഭിച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങൾക്ക് അടിയന്തര പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിന് നാവികസേന ഭക്ഷണം, അവശ്യ വസ്തുക്കൾ, ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ നൽകുന്നുണ്ടെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. 4.5 ടൺ ഡ്രൈ റേഷനും 2 ടൺ പുതിയ റേഷനും അടങ്ങിയ ആദ്യ കയറ്റുമതി നിലവിൽ ശ്രീലങ്കയിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഇന്ത്യൻ നാവിക കപ്പലുകളായ INS വിക്രാന്ത്, INS ഉദയഗിരി എന്നിവയിൽ നിന്നാണ് എത്തിച്ചത്. പ്രധാന ഭക്ഷണങ്ങൾ, കഴിക്കാൻ തയ്യാറായ ഇനങ്ങൾ, പാൽ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, പാനീയങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയായിരുന്നു സാധനങ്ങൾ. നവംബർ 28-ന് ഈ അപ്ഡേറ്റ് പങ്കിട്ടുകൊണ്ട് ജയശങ്കർ എക്സിൽ എഴുതി, ഓപ്പറേഷൻ സാഗർബന്ധു ആരംഭിക്കുന്നു. INS വിക്രാന്തും INS ഉദയഗിരിയും കൊളംബോയിൽ ദുരിതാശ്വാസ വസ്തുക്കൾ കൈമാറുന്നു. തുടർ നടപടികൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ പിന്തുണ അയൽപക്കത്തിന് പ്രഥമ പരിഗണന എന്ന നയവുമായി യോജിക്കുന്നതാണെന്നും സ്ഥിതിഗതികൾ മാറുന്നതനുസരിച്ച് ശ്രീലങ്കൻ അധികൃതരുമായി കൂടുതൽ സഹായം ഏകോപിപ്പിക്കുമെന്നും ഹൈക്കമ്മീഷൻ കൂട്ടിച്ചേർത്തു. ശ്രീലങ്കയെ വേഗത്തിൽ വീണ്ടെടുക്കാനും സാധാരണ നില പുനഃസ്ഥാപിക്കാനും സഹായിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ ആവർത്തിച്ചുറപ്പിച്ചു. ശ്രീലങ്കയിലെ ജീവഹാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ദുരിതബാധിതരായ എല്ലാവരുടെയും സുരക്ഷ, ആശ്വാസം, വേഗത്തിലുള്ള വീണ്ടെടുക്കൽ എന്നിവയ്ക്കായി പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം എക്സിലെ ഒരു സന്ദേശത്തിൽ പറഞ്ഞു. ഓപ്പറേഷൻ സാഗർബന്ധു എന്ന പേരിൽ നമ്മുടെ ഏറ്റവും അടുത്ത സമുദ്ര അയൽക്കാരനുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ദുരിതാശ്വാസ സാമഗ്രികളും HDR പിന്തുണയും അയച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി മോദി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സർക്കാരിന്റെ അയൽപക്കം ആദ്യം നയവും മഹാസാഗർ ദർശനവും അനുസരിച്ചാണ് പ്രതികരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ശ്രീലങ്കൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രി മോദി ടാഗ് ചെയ്തു. നവംബർ 28 വെള്ളിയാഴ്ച ശ്രീലങ്കയിൽ ആഞ്ഞടിച്ച ദിത്വ ചുഴലിക്കാറ്റ് 123 പേർ മരിക്കുകയും 130 പേരെ കാണാതാവുകയും ചെയ്തതായി AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിഴക്കൻ മധ്യമേഖലകളിൽ 300 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്തതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലാണ് മിക്ക മരണങ്ങളും സംഭവിച്ചത്. രാജ്യവ്യാപകമായി ഏകദേശം 44,000 ആളുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. പലരും സ്കൂളുകളിലും പൊതു കെട്ടിടങ്ങളിലും അഭയം തേടേണ്ടി വന്നു. തലസ്ഥാനത്തിന് 220 കിലോമീറ്റർ വടക്കുകിഴക്കായി പൊളന്നരുവയിലെ ഒരു പാലത്തിൽ കുടുങ്ങിയ 13 പേരെ വ്യോമമാർഗം രക്ഷപ്പെടുത്തിയതുൾപ്പെടെ സൈന്യവും പോലീസും ചേർന്ന് ഒഴിപ്പിക്കൽ നടപടികൾ നടത്തി. കനത്ത മഴയെ തുടർന്ന് ബന്ദാരനായകെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു. 15 വിമാനങ്ങൾ കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി വിമാനത്താവളങ്ങളിലേക്ക് വഴി തിരിച്ചുവിട്ടു. ദിത്വ ചുഴലിക്കാറ്റ് ഇപ്പോൾ ശ്രീലങ്കയിലൂടെ സഞ്ചരിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് നീങ്ങുന്നുവെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.